മിനി സ്ക്രീൻ പ്രേക്ഷകർക്കായാലും ഏത് മലയാളി പ്രേക്ഷകനായാലും അവരുടെ മുന്നിലെത്തുന്ന എല്ലാ താരങ്ങളും ഒരുപോലെയാണ്. പ്രത്യേകിച്ച് അവരെ ചിരിപ്പിക്കുന്ന താരങ്ങളോട് അവരോടൊരു ചെറിയ ഇഷ്ടം കൂടുതലുണ്ടായിരിക്കുമെന്ന് പറയാം. അക്കൂട്ടത്തിൽ ഫ്ലവേഴ്സിലൂടെയും അതുപോലെ കോമഡി കഥാപാത്രങ്ങളിലൂടെയും ഒക്കെ തിളങ്ങി നിന്ന ഒരു താരത്തിൻ്റെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സ് കോമഡി ഉത്സവ താരവും മിമിക്രി കലാകാരനും ഒരു വലിയ കലാകാരനുമൊക്കെയായ ജയേഷ് പുല്ലാടിനെ ആദരാഞ്ജലി നേർന്നുകൊണ്ടാണ് നിരവധി പേർ ഇപ്പോൾ എത്തുന്നത്. ഭാര്യയും മക്കളുമൊക്കെ ഉള്ളൊരു സുഖജീവിതമായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. പ്രശസ്തനായൊരു മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയാണ് അദ്ദേഹം. ഒരു മികച്ച അഭിനേതാവ് കൂടിയാണെന്ന് പറയണം. ഇന്ന് പുലർച്ചെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സയിലിരിക്കവെയായിരുന്നു മരണം സംഭവിച്ചിരിക്കുന്നത്. ഭാര്യയും 2 മക്കളുമുള്ള സന്തോഷ ജീവിതത്തിൽ ഇപ്പോൾ മുഴുകിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്നുള്ള ഈ മരണവാർത്തയും തേടിയെത്തിയത്. ഇതെങ്ങനെ സഹിക്കുമെന്ന് പോലും അറിയുന്നില്ല. ഭാര്യയും 2 മക്കളും ഞെട്ടിയും താരലോകമൊക്കെ തന്നെയും ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. നിരവധി പേർക്കാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളതും. ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ വളരെയധികം സുപരിചിതമായി തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള പരിപാടികളിലൊക്കെ തന്നെയും സജീവ സാന്നിധ്യമായിരുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ്റെ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. കോമഡി ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരെയും ഒരുപോലെ ചിരിപ്പിച്ച ഒരു പരിപാടി തന്നെയാണ്. കോമഡി ഉത്സവം മാത്രമല്ല, ഫ്ലവേഴ്സിലെ പല പരിപാടികളിലും എത്തിയിട്ടുമുണ്ട്. മിമിക്രി കലാകാരനായതുകൊണ്ട് തന്നെ പല സ്റ്റേജുകളിലും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കുടുകൂടെ ചിരിപ്പിച്ച ഈ നടന് പെട്ടെന്നൊരു വിയോഗം വന്നത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായം മാത്രം. മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇടയിലും അദ്ദേഹത്തിന് നല്ല അഭിപ്രായം മാത്രമായിരുന്നു. സഹപ്രവർത്തകരുടെയൊക്കെ പ്രിയപ്പെട്ടവൻ. എപ്പോൾ പുല്ലാങ്കുഴൽ വായിക്കാൻ പറഞ്ഞാലും വായിക്കും. ജയേഷ് പുല്ലാട് എന്ന പേര് മാത്രമല്ല, അദ്ദേഹം ഒരു തികഞ്ഞ കലാകാരൻ തന്നെയെന്ന് എല്ലാവരും പറയുന്നു. എൻ്റെ ജയേഷേട്ടാ, പെട്ടെന്ന് നിങ്ങൾ പോയി കഴിഞ്ഞല്ലോ. ഒട്ടും വിശ്വസിക്കാനാകുന്നില്ല. എന്തിനാണ് ഞങ്ങളെ വിട്ട് വേഗം പോയത്? ഞങ്ങളെ ചിരിപ്പിക്കാനും ഇനി ഞങ്ങളെ ഇങ്ങനെ ഓടക്കുഴൽ വായിച്ച് ഞങ്ങൾക്ക് രസം തരാനുമൊക്കെ ഇനി നിങ്ങളില്ല എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വിഷമമാണ്. ഒരിക്കലും വിശ്വസിക്കാനാകാത്ത വാർത്ത. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മരണവാർത്തയെക്കുറിച്ച് നിരവധി പേർ പ്രതികരിച്ചെത്തുന്നത്. എപ്പോഴും ഭാര്യയും മക്കളെയും കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, അവർക്ക് നല്ല വീടും സൗകര്യവും പഠിത്തവും എല്ലാം നൽകണമെന്ന് മാത്രം ആഗ്രഹിച്ചൊരു മനുഷ്യൻ. അങ്ങനെയാണ് ഇദ്ദേഹത്തിനെ വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. ജയേഷ് പുല്ലാടൻ്റെ മരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും വളരെയധികം സങ്കടമാണ് എന്ന് പറയുന്നു. ആ ഭാര്യയും മക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല എന്ന് നിരവധി പേർ പറയുന്നുണ്ട്. ജയേഷ് പുല്ലാടൻ ഒരു തികഞ്ഞ കലാകാരൻ തന്നെയായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം മിമിക്രി കലാരംഗത്ത് ഒരു തികഞ്ഞ കലാകാരൻ തന്നെയാണ്. ഏത് സ്റ്റേജും അനായാസേന ചെയ്യും. അതുപോലെ തന്നെ കൗണ്ടർ അടിക്കാനും തമാശ രൂപേണ അതൊക്കെ ഇടയ്ക്ക് കയറ്റി പറയാനുമൊക്കെ ഇദ്ദേഹത്തിനൊരു പ്രത്യേക കഴിവാണ്. ജയേഷ് പുല്ലാട് ഒന്ന് വേദിയിൽ കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും വല്ലാത്ത കോൺഫിഡൻസ് ആണെന്നാണ് സഹപ്രവർത്തകർ പോലും പറയുന്നത്. അത്രമേൽ എല്ലാവരെയും ചിരിപ്പിച്ചത് കൊണ്ടാകാം, ചിരി ആയുസ് കൂട്ടുമെന്നുള്ളത് കൊണ്ടാകാം, എല്ലാവരെയും ഒരുപാട് ആയുസ് കൂട്ടിപ്പിച്ചത് കൊണ്ടാകാം അദ്ദേഹത്തിന് പെട്ടെന്ന് ഇങ്ങനൊരു വിളി വന്നത്. അത്രമാത്രം വേദനയിലൂടെ കടന്നുപോയ ഒരു കുടുംബം എന്ന് തന്നെ പറയണം. ഇത്രയും ദിവസം ആശുപത്രിയിൽ തന്നെയായിരുന്നു ഇദ്ദേഹം ഉണ്ടായിരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.